സ്വാമിയെ ശരണമയ്യപ്പ. ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഉണക്കത്തേങ്ങ വീഴുന്ന പോലെ ഒരു തേങ്ങ ആദ്യം വീഴും, അടുത്ത തേങ്ങ അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് വീഴും എന്ന് പറഞ്ഞ പോലെ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി, മൂരാരി ബാബു അങ്ങനെ ഓരോരുത്തരായിട്ട് ജാമ്യം കിട്ടി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ നിരപരാധികളായതുകൊണ്ടോ നിഷ്കളങ്കരായതുകൊണ്ടോ അല്ല, ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചും ക്രിമിനൽ നടപടി നിയമം അനുസരിച്ചും ഇപ്പം അതിൻ്റെയൊക്കെ പേര് മാറ്റിയിട്ടുണ്ട്. പക്ഷെ സാധനമൊക്കെ ഏതാണ്ട് പഴയത് തന്നെയാണ്. ഈ കുറ്റാരോപിതരായ ആളുകൾക്കെതിരെ 90 ദിവസത്തിനകത്ത് ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരവകാശം എന്ന രീതിയിൽ തന്നെ ജാമ്യം കിട്ടേണ്ടതാണ്. അതിന് ഒരേ ഒരു അപവാദമുള്ളത് തീവ്രവാദ കേസ്, ടാഡ ചുമത്തിയ അല്ലെങ്കിൽ UAPA ചുമത്തിയ കേസുകളാണ്. അങ്ങനെയുള്ള കുറ്റം ചുമത്തപ്പെടുന്ന ആളുകൾക്ക് ജാമ്യം കിട്ടാനേ സാധ്യതയില്ല. ഷർജിൽ ഇമാമിനെ പോലെ ഒരുപാട് കാലം ജയിലിൽ കിടക്കേണ്ടതായിട്ട് 5 കൊല്ലം 6 കൊല്ലമൊക്കെ ആയിട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ നാസർ മാതിരി 8-9 കൊല്ലം ഇങ്ങനെ ജയിൽവാസം അനുഭവിക്കുന്നു ആദ്യത്തെ ഘട്ടത്തിൽ. രണ്ടാമത്തെ ഘട്ടത്തിലും വളരെയധികം കാലം ഈ വിചാരണ തടവുകാരനായിട്ട് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടത്. ഇപ്പോഴും അതുപോലെ പല ആളുകളും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജാമ്യം കിട്ടാതെ ജയിൽവാസം തുടരുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ നേതാക്കന്മാരെയൊക്കെ ഏതാണ്ട് ഇതേ കാറ്റഗറിയിൽ ജയിലിൽ പോയ ആളുകൾ. അവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. നമ്മളിപ്പോൾ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. ശബരിമല കേസിലേക്ക് തിരിച്ചു വരിക. 90 ദിവസത്തിനകത്തല്ല 900 ദിവസത്തിനകത്തും ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാവുകയില്ല എന്ന കാര്യം നമുക്കറിയാം. കാരണം ഈ പ്രത്യേക അന്വേഷണ സംഘം ഇരുട്ട് മുറിയിൽ ഇല്ലാത്ത പൂച്ചയെ തപ്പുകയാണ്. അതും കറുത്ത പൂച്ചയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ഈ മോഷണം പോയ സ്വർണത്തിൻ്റെ 1 ഗ്രാം പോലും അവർക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവർ ദേവസ്വം ബോർഡ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്തു, കമ്മീഷണറെ അറസ്റ്റ് ചെയ്തു, താന്ത്രിക അറസ്റ്റ് ചെയ്തു. മന്ത്രിയുടെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു സംശയം ബാക്കിയത്. ഇടത് സർക്കാർ പോയി വലത് സർക്കാർ വന്നാൽ ആദ്യം തന്നെ കടകംപള്ളി സുരേന്ദ്രനെ, അതിനുശേഷം നമ്മുടെ വാസവനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ പ്രതികൾ ഓരോരുത്തരായിട്ട് എല്ലാവരും ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ വാസുവിനും പിന്നെ പത്മകുമാറിനും ഒടുവിൽ നമ്മുടെ ശങ്കർദാസിനും ജാമ്യം കിട്ടും എന്നുള്ള ഉറപ്പാണ്. 90 ദിവസം ഇവരെ ജയിലിടാൻ മാത്രമേ ഈ കേസ് കൊണ്ട് ഇതുവരെ സാധിച്ചുള്ളൂ. യഥാർത്ഥ പ്രതികളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ കഴിഞ്ഞിട്ടില്ല. ഈ കൂട്ടത്തിൽ നമ്മുടെ പ്രിയങ്കരനായ തന്ത്രി കണ്ഠര രാജീവരും ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 90 ദിവസം പൂർത്തീകരിച്ചുകൊണ്ടല്ല പുള്ളിക്ക് ജാമ്യം കൊടുത്തത്. ബഹുമാനപ്പെട്ട കോടതി ഇദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി കോടതിയിൽ ഹാജരാക്കിയ കേസ് ഡയറിയും ഒക്കെ കൂലങ്കഷമായിട്ട് വായിച്ചപ്പോൾ കോടതിക്ക് ഒരു കാര്യം ബോധ്യം. അതെന്ന് വെച്ചാൽ ഈ തന്ത്രി എന്ന് പറഞ്ഞ പുങ്കവനെ അറസ്റ്റ് ചെയ്യാനോ വിചാരണ ചെയ്യാനോ മതിയായ യാതൊരു തെളിവും പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയിട്ടുള്ളത് ഇദ്ദേഹം ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിരിക്കാൻ സാധ്യതയുണ്ട്, ഗൂഢാലോചനയിൽ അദ്ദേഹത്തിനും പങ്കുണ്ട് എന്ന ഊഹം മാത്രമാണ്. വെറും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ പ്രതിയാക്കാനോ അന്യായമായി തടവിലിടാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന അവസ്ഥയാണ്. പത്മകുമാർ ജയിലിൽ കിടക്കുമ്പോൾ പിന്നെ തന്ത്രി പുറത്തു പോയാൽ എന്താണ്, തന്ത്രി അകത്ത് കിടന്നാൽ എന്താണ്, എന്തായാലും എന്താണ്. സർക്കാരിൻ്റെ ധാർമ്മിക അടിത്തറയ്ക്ക് കേൾപ്പിച്ച വലിയൊരു പ്രഹരമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ സദാചാരത്തിനും ധാർമ്മിക അടിത്തറയ്ക്കും ഉണ്ടായ വലിയൊരു പ്രഹരമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ്. കാരണം ഇതിൽ പ്രതികളായിട്ട് വന്ന ആളുകൾ വെറും മുരാരി ബാബുവോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമല്ല, ദേവസ്വത്തിലെ തുക്കട ഉദ്യോഗസ്ഥന്മാരല്ല, പാർട്ടിക്ക് വളരെ പ്രിയങ്കരനായ വാസു, പാർട്ടിയുടെ അനിഷേധ്യ നേതാവ് സഖാവ് പത്മകുമാർ, പിന്നെ ശങ്കർദാസ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. അവരൊക്കെ കുറ്റക്കാരാണ് പ്രതികളായി കണ്ടെത്തിയതിന് ശേഷവും ഇവർ പാർട്ടിയിൽ സസുഖം തുടരുകയാണ്. പാർട്ടി അവരുടെ പേരിൽ യാതൊരു നടപടി എടുത്തിട്ടില്ല. സാധാരണ ഒരു സഖാവാണ് ഇങ്ങനൊരു കേസിൽ പെടുന്നെങ്കിൽ പാർട്ടി പത്രപ്രസ്താവന ഇറക്കും. ഇയാളെ കഴിഞ്ഞിട്ട് മുമ്പത്തെ കൊല്ലത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. പാർട്ടിയുമായിട്ട് ഈ ബഹൈന് യാതൊരു ബന്ധവുമില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം പുള്ളി അറിയപ്പെടുന്ന BJP അനുഭാവിയായിട്ട് തുടരുകയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് മച്ചമ്പിയായിട്ടാണ് കരുതപ്പെടുന്നത് എന്ന് പറഞ്ഞ് പാർട്ടി കൈ കഴിയാൻ.
പക്ഷെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പത്മകുമാർ ഇപ്പോഴും പാർട്ടിയിൽ തുടരുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് തുടരുകയാണ്. മുമ്പ് MLA ആയിരുന്ന ആളാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു, ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്നു. ആ സഖാവിനെ കുറിച്ച് ചോദിച്ചാൽ അത് ഗോവിന്ദൻ മാഷോട് ചോദിച്ചാലും ശരിയാണ്, രാജു അബ്രാമിനോട് ചോദിച്ചാലും ശരിയാണ്. ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ഞങ്ങളുടെ വീട് കൂത്താഴത്താണ് എന്ന് മറുപടി വന്നു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ തന്ത്രിക്കെതിരെ യാതൊരു കേസും ഇല്ലെന്നും അയാളെ വെറുതെ പ്രതിയാക്കിയതാണ് എന്നുള്ള കോടതിയുടെ നിരീക്ഷണം വരുന്നത്. ഈ നിരീക്ഷണത്തിനെതിരെ വേണമെങ്കിൽ മേൽക്കോടതിയിൽ പോകാവുന്നതാണ്, പക്ഷേ ഫലമുണ്ടാകാൻ സാധ്യതയില്ല. ഇതാണ് ഗതികേട്. ഇപ്പൊ തന്ത്രി പറയുന്നത് എന്താ വെച്ചാൽ, പണ്ട് യുവതികളെ പ്രവേശിപ്പിച്ചപ്പോൾ നട അടച്ച വിദ്വാനാണ് ഇദ്ദേഹം. അന്ന് യുവതി പ്രവേശനം തടയാൻ വേണ്ടി നട അടക്കി പുണ്യാഹത്തിന് ഉത്തരവിടിച്ചു. അന്നാണ് പിണറായി സഖാബി ഇദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ഇനിയും സ്ത്രീകൾ കയറിയാൽ എന്ത് ചെയ്യും, ശബരിമല എന്നേക്കുമായിട്ട് അടച്ചിടുമോ താന്ത്രി? ഈ ശബരിമല ക്ഷേത്രത്തിന്റെ താക്കോൽ താന്ത്രിയുടെ എന്താണ് ഉടുത്ത മുണ്ടിന്റെ കോന്തലയിൽ കെട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ എന്നൊക്കെ പരിഹസിച്ച് ചോദിച്ചു. അതിന്റെ പ്രതികാര നടപടിയായിട്ടാണ് പുള്ളിയെ അറസ്റ്റ് ചെയ്തതെന്നുള്ളതാണ് തന്ത്രി അദ്ദേഹത്തിന്റെ വാദം. തന്ത്രിക്ക് അങ്ങനെ വാദമുണ്ടു, തന്ത്രിയുടെ വക്കീൽ സ്വന്തം നിലയ്ക്ക് ഉന്നയിച്ചാണെന്ന് അറിയില്ല. ഒറ്റ കേൾവിയിൽ ആ വാദം ശരിയാണ് എന്ന് ഈ സാധാരണക്കാർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് തെളിവില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ തന്ത്രി ഒരു രക്തസാക്ഷിയുടെ കാർഡാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് പാർട്ടിക്കാണെങ്കിൽ യാതൊന്നും പറയാനുമില്ല. ഈ പൊട്ടൻ പുട്ടുപിഴിഞ്ഞ പോലെ എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുകയാണ്. പാർട്ടിക്കാരെന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അതിനിടയ്ക്കാണ് അയ്യപ്പ സംഗമത്തിന്റെ വലിയ ക്രമക്കേടുകൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിക്ക് കിടക്കാൻ 1,10,000 ഉറുപ്പിക വിലയുള്ള കട്ടിലും അതിന് അനുസാരികളും വാങ്ങിച്ചു. അദ്ദേഹത്തിന് മുഖം കഴുകാൻ മിനറൽ വാട്ടർ വാങ്ങിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അപ്പം ഇതിനൊന്നും യാതൊരു മറുപടിയും പറയാനായിട്ട് സാധിക്കുന്നില്ല. നന്ദഗോവിന്ദം ഭജൻസിന് കൊടുത്തു എന്ന് പറയുന്ന ബില്ല് അവർക്കല്ല വേറെ ആളുകൾക്കാണ് കൊടുത്തത് എന്ന് പറയും. ഏതോ ഗാനമേളക്കാരെ വിളിച്ച് അയ്യപ്പ ഭക്തി ഗാനങ്ങൾ പാടിച്ചതിന് ലക്ഷക്കണക്കിന് ഉറുപ്പികയാണ് ശബരിമലയുടെ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്തത്. സ്പോൺസർമാരെ കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടി, കിട്ടിയില്ലെന്ന് ചോദിച്ചാൽ കിട്ടിയില്ല. സ്പോൺസർമാരുണ്ട്, പക്ഷേ പണം കിട്ടിയില്ല. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ തമാശയായിട്ട് അയ്യപ്പ സംഗമം മാറി. അതിന് പുറത്താണ് ഈ കൊള്ളക്കേസിൽ തന്ത്രിക്കെതിരെ തെളിവില്ല, ഈ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും പ്രസിഡന്റിനുമെതിരെ തെളിവുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്കെതിരെ തെളിവുണ്ട് എന്ന കോടതിയുടെ നിരീക്ഷണം. അപ്പോൾ എല്ലാം കൂടി കൂടിയിട്ട് ഈ പോകുന്ന പോക്കിന് ഒന്നിനു പുറകെ ഒരു തള്ള് എന്ന് പറഞ്ഞ രീതിയിലാണ് ഇടതുപക്ഷ മുന്നണിക്ക് ഇപ്പോൾ ഈ ശബരിമല കേസ് മാറിയിരിക്കുന്നത്. ഭഗവാൻ ധർമ്മശാസ്താവ് തന്നെ ഈ സഖാക്കളെ രക്ഷിക്കട്ടെ, സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് ഈ അയ്യപ്പ എന്ന് ഗാനം എഴുതിയ ആ ദുബായ്ക്കാരൻ എവിടെ വെച്ച് കണ്ടാലും പുള്ളിക്ക് 2 കൈ കൂപ്പി ഒരു നമസ്കാരം, ഒരു നല്ല നമസ്കാരം പറയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല.